Hi, Namaste, welcome back. Yes, welcome back to my channel Vincheda. ഫോറക്സ് മാർക്കിൽ സ്കാൽപ്പിങ്ങിൽ അതായത് 5 minutes ടൈം ഫ്രെയിം ഉപയോഗിച്ചിട്ട് ഈസിയായിട്ട് ട്രേഡ് എടുക്കാം. ഇതിൽ എങ്ങനെ ട്രേഡ് എടുക്കണം, ഏതൊക്കെ സിഗ്നൽ അവോയ്ഡ് ചെയ്യാം, എവിടുന്ന് ട്രേഡ് എടുക്കണം, എങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും, ഇതിനുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ട്രേഡിൽ കാണിക്കുന്നത്. 2 സിഗ്നൽ ഉണ്ടായിരുന്നു, രണ്ടും സക്സസ്ഫുൾ ആയിരുന്നു. മോർണിംഗിലത്തെ ബൈയും അത് കഴിഞ്ഞ് അപ്രോക്സിമേറ്റ് 9:45 ശേഷം വന്ന സെല്ലും. അതൊരു ഹ്യൂജ് ഡൗൺ ട്രേഡ് നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 60 പോയിന്റിൻ്റെ മേളിൽ നമുക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു റിട്ടേൺസ് ആണ് ഇന്ന് കിട്ടിയത്. 2 പ്രാവശ്യം സപ്പോർട്ട് അടിച്ചടിച്ചിറങ്ങാണ് ചെയ്തതെന്ന്. അതേപോലെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ നമുക്ക് ആക്ച്വലി നല്ല ട്രേഡുകളാണ് വന്നത്. മോർണിംഗിൽ വലിയൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും നമുക്ക് ലാസ്റ്റ് അപ്രോക്സിമേറ്റ് 1:40 ശേഷം വന്ന സെൽ ട്രേഡ് ഹ്യൂജ് റിട്ടേൺസ് 10-300 പോയിന്റോളം അടിച്ച് രണ്ടും താഴ്ത്തിറങ്ങി. ബാങ്ക് നിഫ്റ്റി ആകട്ടെ നിഫ്റ്റി ആകട്ടെ. നമുക്ക് സിഗ്നൽസ് തരുമ്പോൾ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് തരും, അതിൻ്റെ ടാർഗറ്റ് എൻട്രി ഒക്കെ മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ കൺഫേം നോക്കിയെടുക്കുക, ക്യാൻഡിൽ കളറും താഴത്തെ ബാറും കൂടെ ഒന്നിച്ച് നോക്കിയാൽ ട്രേഡ് എടുക്കാവുള്ളൂ. കൺഫർമേഷൻ ലെവൽസ് മാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം, സിമ്പിളാണ്. ഇപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമുക്ക് സെല്ല് വന്നിരിക്കുന്നതാണ്. ഡീറ്റെയിൽസ് മേളിൽ കൊടുത്തിരിക്കുന്നത് എൻട്രി പോയിന്റും അതേപോലെ ടാർഗറ്റും താഴെ, അത് കഴിഞ്ഞ് വരുന്ന റീ എൻട്രി ആയിട്ട് ഇവിടെ. ഇപ്പോൾ ഇതിലെ സെല്ല് നമുക്ക് തന്ന സമയത്ത് താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഗ്രീൻ ആയിരുന്നു, അതിൽ റെഡ് വന്നത് ഈ ക്യാൻഡിലാണ്. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ മിസ് ചെയ്താൽ അടുത്ത പുൾ ബാക്കിന് ശേഷം പിന്നെ സപ്പോർട്ട് അടിച്ച സിറ്റുവേഷനിൽ അവിടുന്ന് അടുത്ത ട്രേഡ് എടുക്കാം. അവിടെ റീ എൻട്രി ലെവലിൽ തരും, ആ റീ എൻട്രി ലെവലിൽ നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിലും ഈ പുൾ ബാക്ക് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്ക്ഔട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത് എടുക്കാം. അത് രാവിലത്തെ നിഫ്റ്റിയുടെ ഒരു 100 പോയിന്റ്സ് അടിച്ച് കയറിയ പോർഷൻ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ അത്രയും കയറ്റം ഉണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷേ കയറ്റം ഉണ്ടായിരുന്നു. ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറിയായിരുന്നു. അവിടുന്ന് പ്രോഫിറ്റ് ലെവലിൽ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പുൾ ബാക്ക് അടിച്ച് പിന്നെ തിരിച്ച് കയറാൻ നോക്കിയതിന് ശേഷമാണ് അപ്രോക്സിമേറ്റ് 1:40 ശേഷം നല്ലൊരു സെൽ ട്രേഡ് വന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ ഫോറക്സിൻ്റെയും ചെയ്യേണ്ടത്. ഫോറക്സിൻ്റെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിൽ സിമ്പിളാണ്. നമ്മൾ ലേറ്റസ്റ്റ് നമുക്ക് സെല്ല് നോക്കുന്നതാണ്, ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ടൈമിങ്, എൻട്രി പോയിന്റ്, ടാർഗറ്റുകളും. അപ്പോൾ ഈ സെല്ല് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ലെവൽ മാച്ച് ആണെന്ന് നോക്കുക. അതായത് ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അലേർട്ട് മെസ്സേജ്, ഇതേപോലെ സൗണ്ട് എഫക്റ്റിൽ, ഇതേപോലെ ബെൽ സൗണ്ട് എഫക്റ്റിൽ അലേർട്ട് മെസ്സേജ് തരും. അതോടൊപ്പം ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ സെല്ല് എപ്പോഴും തന്നു എന്നുള്ള ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. പക്ഷേ ഇത് കൺഫേം നോക്കിയ ശേഷം ട്രേഡ് എടുക്കുക. ഇവിടെ സെല്ല് വന്നിട്ടുണ്ടെങ്കിലും താഴത്തോട്ട് ബാർ കൺഫേം ആകണം. ഇപ്പോൾ ഇവിടെ ബാർ ഓൾറെഡി കൺഫേം ആയിരുന്നു, സപ്പോർട്ടും അടിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് അടിക്കുന്നത് ധൈര്യമായിട്ട് എടുക്കാം. ഇൻ കേസ് അവിടെ എടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് പിന്നെയും മാർക്കറ്റ് ഇറങ്ങി. അപ്പം നല്ല റിട്ടേൺസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇടയ്ക്കൊരു പുൾ ബാക്ക് കയറിയെങ്കിലും നമുക്ക് പിന്നെ ഇറങ്ങാൻ നോക്കി, പക്ഷെ ഇറങ്ങിയില്ല. ഇവിടുന്ന് പിന്നെയും 38-31 വരെ ഇറങ്ങിയ ശേഷമാണ് പിന്നെ ഇപ്പോൾ സൈഡ് വേസ് എടുത്ത് തിരിച്ച് കയറാൻ നോക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ബൈ ട്രേഡ് ആയിട്ടില്ല. നമുക്ക് സെൽ പോർഷൻ എക്സിറ്റ് അടിക്കാം. ബൈ ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൺഫർമേഷൻ ലെവൽസ് വന്ന് മാച്ച് ആകേണ്ട സിഗ്നൽസ് വരണം. സിഗ്നൽ വന്നത് മാത്രമല്ല, താഴത്തെ മേളിലത്തെ ക്രൈറ്റീരിയ ഒന്നിച്ച് മാച്ച് ആയാലേ അവിടെ ട്രേഡ് എടുക്കാവൂ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് വേർഷനിൽ സെറ്റ് ചെയ്ത ബാർ ചാർട്ടാണ്. ബാർ ചാർട്ടിൽ സൈഡ് വേസ്, അതായത് സൈഡ് വേസ് മാർക്കറ്റും പ്രോപ്പർ എൻട്രിയും ഫേക്ക് അപ്പ് ഡൗൺസ് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാം. താങ്ക് യു.